അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജാഹിലിയ്യ കാലത്ത് അറബികൾ വലിയ അഭിമാനമായി കണ്ടിരുന്ന ചില പ്രവണതകളാണ് യുദ്ധങ്ങളും സംഘട്ടനങ്ങളുമൊക്കെ. ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഗോത്രങ്ങൾ തമ്മിൽ അന്ന് നടക്കാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു യുദ്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്ത് അഥവാ അവിടുത്തെ 15-ാമത്തെ വയസ്സിൽ നടന്ന ഫിജാർ യുദ്ധം. ഫിജാർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രമായ ഖുറൈശ് ഗോത്രവും അവരുടെ സഖ്യകക്ഷികളായ കിനാന ഗോത്രവും ഒരു ഭാഗത്തും ഹവാസിൻ ഗോത്രക്കാരായ ഖൈസ് ഐലാൻ വിഭാഗക്കാർ മറ്റൊരു ഭാഗത്തും നിലയുറപ്പിച്ചു. 5 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധം പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും ചില ഗോത്രങ്ങൾ വിജയം കൈവരിക്കുമെങ്കിലും അവസാന ഘട്ടത്തിൽ ഖുറൈശ് കിനാന സഖ്യസേനയാണ് വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. നുഅ്മാൻ ഇബ്നു മുൻദിറിൻ്റെ കച്ചവട സംഘത്തിന് മക്കയിലെ പ്രശസ്തമായ ഉക്കാല് ചന്തയിൽ അഭയം കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഹവാസിനിലെ ഉർവയും കിനാനയിലെ ബറാലും തമ്മിൽ വാഗ്വാദമുണ്ടാകുന്നത്. വാഗ്വാദത്തിനൊടുവിൽ ബറാല് ചതിപ്രയോഗത്തിലൂടെ ഉർവയെ കൊലപ്പെടുത്തുന്നു. എന്നിട്ട് ബറാല് ഖൈബറിൽ പോയി ഒളിച്ചു താമസിക്കുന്നു. ഈ കൊലപാതക വിവരം മക്കയിലെ ഗോത്രപ്രമുഖന്മാരെ അറിയിക്കുന്നു. 2 കക്ഷികളും വിവരമറിഞ്ഞ് പൊരിഞ്ഞ പോരാട്ടത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നു. ഇങ്ങനെയാണ് ഫിജാർ യുദ്ധമുണ്ടാകുന്നത്. വിശുദ്ധമായ ഇസ്ലാമിൽ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളായി അഥവാ പരിശുദ്ധ മാസങ്ങളായി കണക്കാക്കപ്പെടുന്നത് പോലെ തന്നെ ജാഹിലിയ്യ കാലഘട്ടത്തിലും ചില മാസങ്ങൾക്ക് അവർ പരിശുദ്ധി കൽപ്പിച്ചിരുന്നു. അത്തരത്തിൽ വിശുദ്ധമായ ഒരു മാസത്തിലാണ് ഈ ഫിജാർ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധം നടത്തിയിട്ട് ആ മാസത്തിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിയതുകൊണ്ട് ഫിജാർ യുദ്ധം അഥവാ തമ്മാടികളുടെ യുദ്ധം എന്ന് അവർ തന്നെയാണ് ആ യുദ്ധത്തിന് പേരിട്ടത്. ഇത്തരത്തിൽ ഹർബുൽ ഫിജാർ എന്ന പേരിലുള്ള യുദ്ധങ്ങൾ ഈ യുദ്ധത്തിന് മുമ്പ് 3 തവണ വേറെ ഗോത്രങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. ഇത് 4ാമത്തേതാണ്. ഈ യുദ്ധത്തിൽ ഖുറൈശ് കിനാന സൈന്യത്തിൻ്റെ നേതൃത്വം പ്രസിദ്ധനായ ഹർബ് ഇബ്നു ഉമയ്യത്തിനായിരുന്നു. ഈ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്മാരായ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ യുദ്ധപ്രഭുക്കളായി തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ സഹായിക്കാൻ ചെറിയ കുട്ടിയായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്നു. നബി തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അവരുടെ സഹായിയായി കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പിൽക്കാലത്ത് അനുസ്മരിക്കുന്നുണ്ട്, എൻ്റെ പിതൃ സഹോദരന്മാരുടെ കൂടെ ഹർബുൽ ഫിജാറിൽ ഞാൻ സന്നിഹിതനായിട്ടുണ്ടായിരുന്നു. അവർക്ക് പടക്കളത്തിൽ തെറിച്ചു വീഴുന്ന അസ്ത്രങ്ങൾ പെറുക്കിയെടുത്ത് കൊടുക്കുകയായിരുന്നു എൻ്റെ ദൗത്യമെന്ന്. 5 വർഷത്തോളം നീണ്ടുനിന്ന ഈ ഫിജാർ യുദ്ധം അവസാനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20-ാമത്തെ വയസ്സിലാണ്. നബി തങ്ങളുടെ കൗമാരപ്രായത്തിൽ അരങ്ങേറിയ ഈ പോരാട്ടങ്ങൾ യുവാവായ കൗമാരപ്രായക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളും പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയായിട്ടില്ലെങ്കിലും ഇതിൽ നീതിയും ന്യായവുമൊക്കെ ഖുറൈശി പക്ഷത്താണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ പക്ഷത്ത് നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഖുറൈശി സഖ്യമാണെങ്കിലും പിന്നീട് സമാധാനപരമായി ജീവിക്കാനുള്ള അവസരമുണ്ടാക്കാൻ ഇരു കക്ഷികൾക്കുമിടയിൽ സന്ധി ഉണ്ടാക്കാനും മുന്നിട്ടിറങ്ങിയത് ഖുറൈശി സഖ്യം തന്നെയാണ്. ഖുറൈശ് സേനാനായകനായിരുന്ന ഉത്ബത്ത് ഇബ്നു റബീഅ മുന്നിട്ടിറങ്ങി 2 കക്ഷികൾക്കുമിടയിൽ ചില സമാധാന പ്രതിജ്ഞകൾ ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെയാണ് ഫിജാർ യുദ്ധം അവസാനിക്കുന്നത്. ഈ യുദ്ധത്തിന് ശേഷമാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച ഹിൽഫുൽ ഫുദൂൽ എന്ന ഒരു സമാധാന കരാർ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20-ാമത്തെ വയസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. അഥവാ യുദ്ധങ്ങളും ആക്രമണങ്ങളും ഒന്നും ഇല്ലാതിരിക്കാനും ആക്രമിക്കപ്പെടുന്നവരുടെ പക്ഷം ചേർന്ന് അക്രമികളെ ഇല്ലാതാക്കാനുമുള്ള സമാധാനപ്രേമികളായ ഒരു പറ്റം ഗോത്രങ്ങൾ ചേർന്നുണ്ടാക്കിയ വലിയ ഒരു യുദ്ധമില്ലാ കരാറാണ് ഹിൽഫുൽ ഫുദൂൽ.
ഇത്തരത്തിലുള്ളൊരു യുദ്ധവിരുദ്ധ കരാറിൽ ഏർപ്പെടാൻ, അതിൽ പങ്കാളിയാകാൻ തനിക്ക് അവസരം ലഭിച്ചതിനെ വലിയ ഭാഗ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയും പിന്നീട് അതിനെ പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇസ്ലാമിക കാലഘട്ടത്തിലും എന്നെ അത്തരത്തിലുള്ളൊരു കരാറിലേക്ക് ക്ഷണിച്ചാൽ ഞാൻ പോകുമെന്ന് അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു. ഫിജാർ യുദ്ധം അവസാനിച്ച് 4 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ യുദ്ധവിരുദ്ധ കരാറായ ഹിൽഫുൽ ഫുദൂലിന് നേതൃത്വം നൽകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനും സമുന്നതനുമായിരുന്ന സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നിവരായിരുന്നു. ഹിൽഫുൽ ഫുദൂൽ എന്ന ഈ സമാധാന സംഘമുണ്ടാകാനുള്ള കാരണം, സുബൈദ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ധാരാളം കച്ചവട സാധനങ്ങളുമായി മക്കയിൽ വരുന്നു. മക്കയിലെ ചന്തയിൽ അത് കച്ചവടത്തിന് വെക്കുന്നു. അവിടുത്തെ ഉന്നത സ്ഥാനക്കാരനായ ആസുബിന് വായിൽ എന്ന് പറയുന്ന ആള് ചരക്കുകളൊക്കെ വില നിശ്ചയിച്ച് വാങ്ങുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ വിലകളൊന്നും കൊടുക്കാതെ ചരക്കുകളുമായി കടന്നു കളയുന്നു. ഇത്തരത്തിലുള്ള മുതലാളിത്ത ചൂഷണങ്ങൾ ധാരാളമായി നടമാടിയിരുന്ന ഒരു കാലമായിരുന്നു അത്. കച്ചവടക്കാരൻ ഒറ്റക്കാണ്, കൂടെ ആരുമില്ല. എന്നാൽ ആസുബിന് വായിൽ അവിടുത്തെ പ്രമാണിയാണ്. അദ്ദേഹത്തിനെതിരെ കയ്യോങ്ങാൻ ആരും ഒരുക്കവുമല്ല. ആ ഒരു സാഹചര്യത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും അടുക്കൽ ചെന്ന് ഈ സുബൈദ് ഗോത്രക്കാരൻ പരാതി പറഞ്ഞെങ്കിലും ആരും ചെവി കൊണ്ടില്ല. ഒരു ദിവസം ഖുറൈശി പ്രമുഖരൊക്കെ കഅബയുടെ ചാരത്ത് അണിനിരന്ന സംസാരത്തിലേർപ്പെട്ടിരിക്കുന്ന സമയത്ത് അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ സുബൈദ് ഗോത്രക്കാരനായ കച്ചവടക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഓ ഫിഹറിൻ്റെ കുടുംബമേ, ഞാൻ ഒന്നുമില്ലാത്ത മർദ്ദിതനായ പാവം പരദേശിയാണ്. എൻ്റെ കച്ചവട ചരക്കുകളൊക്കെ നിങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. അഭിമാനികളായ നിങ്ങൾ എനിക്കത് വാങ്ങിച്ചു തന്നാലോ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമുക്കിത് ഇങ്ങനെ വിട്ട പറ്റില്ല, നമുക്കൊന്ന് ഒരുമിച്ച് കൂടണം. എല്ലാ ഗോത്രത്തലവന്മാരെയും അദ്ദേഹം വിളിച്ചുകൂട്ടി. പ്രശസ്തനായ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വസതിയിലാണ് എല്ലാവരും സമ്മേളിച്ചത്. അവിടെ വിഷയം അവതരിപ്പിച്ചത് സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത്, മർദ്ദിതൻ ആരായിരുന്നാലും, മക്കക്കാരനായാലും വിദേശിയായാലും വിവേചനമില്ലാതെ തന്നെ എല്ലാ മർദ്ദിതർക്കും നീതി ലഭിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിലനിൽക്കണം. അവർക്ക് ഈ രാജ്യത്ത് രക്ഷ കിട്ടണം. ന്യായവും സമാധാനവും നടപ്പിലാക്കാൻ നമ്മൾ ഒറ്റക്കെട്ടാകണം. സമുദ്രത്തിൽ ഒരു തുള്ളി ജലഗണം ബാക്കി നിൽക്കുന്ന കാലത്തോളം നമുക്ക് ഈ നയം നടപ്പിലാക്കണം എന്നൊക്കെ സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ് പ്രസംഗിക്കുകയും അത് എല്ലാവരും ഏറ്റെടുക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഈ പ്രതിജ്ഞയെടുത്ത് അങ്ങനെ ഒരു സംഘം രൂപീകരിക്കപ്പെട്ട് അവർ നേരെ ആസുബിന് വായിലിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ സുബൈദ് ഗോത്രക്കാരനായ കച്ചവടക്കാരൻ്റെ ചരക്കുകൾ തിരിച്ച് വാങ്ങിക്കൊടുത്തു. ഈ കരാർ നടപ്പിലാക്കാൻ ഖുറൈശികൾ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഈ കരാറ് പ്രകാരം എല്ലാ ഗോത്രത്തലവന്മാരും ഉൾക്കൊണ്ട ഇത്തരത്തിലുള്ള ഹിൽഫുൽ ഫുദൂൽ എന്ന ഈ ഒരു സംഘം അത് മക്കയുടെ സമാധാനാന്തരീക്ഷത്തിന് വഴിതിരിച്ചു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഈ സംഘത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഖുറൈശികളുടെ ഒരു കരാറിലും ഞാൻ സംബന്ധിച്ചിട്ടില്ല, ഹിൽഫുൽ ഫുദൂൽ കരാറിലല്ലാതെ. അതിനു പകരമായി ചുവന്ന ഒട്ടകക്കൂട്ടങ്ങൾ ലഭിച്ചാലും എനിക്ക് തൃപ്തിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. ഈ ചരിത്രപ്രധാനമായ സമാധാന സംരക്ഷണ സഖ്യ കരാർ രൂപീകരിക്കുന്ന ഈ ഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ സമ്മേളിച്ചവരുടെ കൂട്ടത്തിൽ 20കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തേക്കാൾ 2 വയസ്സ് താഴെയുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. കലുഷമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ സമാധാനപരമായ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും കൂടെ നിൽക്കാനും കൗമാരപ്രായത്തിൽ തന്നെ മുൻപന്തിയിലുണ്ടായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.